കണ്ണൂരിന്റെ കാറ്റിനും കടലിനും ഒരുപോലെ ചൂടുള്ള ഒരു ഭാവമുണ്ട്. അതാണ് ഫുട്ബോൾ. ആ ആവേശം കപ്പലോട്ടം പോലെ തലമുറകളെ തഴുകി മുന്നേറുകയാണ്. അങ്ങനെ ഒരു മണ്ണിലാണ് കണ്ണൂർ വാരിയേഴ്സ് FC എന്ന പേര് ജനിച്ചിരിക്കുന്നത്. ആദ്യ സീസണിൽ കിരീടം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടപ്പോൾ കണ്ണൂരിന്റെ ജനങ്ങൾക്ക് തോന്നിയത് സ്വന്തം മകൻ തോറ്റതുപോലെയാണ്. പക്ഷേ ഇത്തവണ കണ്ണൂരിന്റെ കായികരത്നം വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ്. രണ്ടാം സീസൺ കണ്ണൂർ വാരിയേഴ്സിന് ഒരു കളി മാത്രമല്ല, അതൊരു സ്വാഭിമാനത്തിന്റെ പുനർജീവനം കൂടിയാണ്. പയ്യാമ്പലം ബീച്ചിൽ മഴയിലും മിന്നലിലും നടന്ന ടീം പ്രഖ്യാപനം ആ ദിവസം കണ്ണൂരിന്റെ ആത്മാവിനെ ഉണർത്തിയിരിക്കുകയാണ്. കടൽ ചുണ്ടുകൾക്കിടയിലെ പൊങ്ങുന്ന സംഗീതം, ആയിരക്കണക്കിന് ആരാധകർ, അവരുടെ കൈകളിൽ ഉയരുന്ന കൊടികൾ, മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾ. വാരിയേഴ്സ് വാരിയേഴ്സ് കണ്ണൂരിന്റെ അഭിമാനമാണ്. ഈ നാദം കാറ്റിൽ പടരുകയാണ്. ബീച്ചിലെ തിരകൾ പോലും ആ ആവേശത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. അത്രയും ശക്തമായ ഉന്മാദമാണ് കണ്ണൂർ വാരിയേഴ്സ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ടീം ഒരു ക്ലബ് അല്ല, അതൊരു പ്രസ്ഥാനമാവുകയാണ്. കമന്റേറ്റർ ഷൈജു ദാമോദരൻ വേദിയിലെത്തിയപ്പോഴാണ് മുഴുവൻ മൈതാനവും ഉണർന്നു വന്നത്. അദ്ദേഹം ഓരോ താരത്തെയും പരിചയപ്പെടുത്തുമ്പോൾ ബീച്ചിലെ മണൽത്തരികൾ പോലും വിറച്ചുപോയതിൽ അല്പമൊന്നും സംശയമില്ല. പ്രേക്ഷകർക്ക് മുന്നിൽ വാരിയേഴ്സിന്റെ പുതിയ താരങ്ങൾ ഒരുമിച്ചെത്തിയപ്പോൾ അതൊരു യുദ്ധസേനയുടെ പരേഡ് പോലെയാണ് തോന്നിയത്. ഇതാണ് കണ്ണൂർ, ഇവിടെ തോൽവിക്ക് സ്ഥാനമില്ല എന്നായിരുന്നു ഷൈജുവിന്റെ വാക്കുകൾ. ആ വാക്കുകൾ ജനക്കൂട്ടം മുഴുവൻ ഒരൊറ്റ മുദ്രാവാക്യമായി ആവർത്തിക്കുകയായിരുന്നു. സിനിമാ താരമായ ആസിഫ് അലി വേദിയിലേക്ക് എത്തിയപ്പോൾ ബീച്ചിൽ പൊട്ടിത്തെറിച്ചത് മുഴുവനും ആവേശമായിരുന്നു. സെലിബ്രിറ്റി പാർട്ണർ എന്ന നിലയിൽ മാത്രമല്ല, ഫുട്ബോളിനോടുള്ള തന്റെ ആത്മസ്നേഹത്തിന്റെ പ്രതീകമായാണ് അദ്ദേഹം വാരിയേഴ്സിനൊപ്പം ഞാൻ കണ്ണൂരിലെത്തിയപ്പോൾ ഒരു ക്രിക്കറ്റ് ആരാധകനായിരുന്നുവെന്നും പക്ഷേ ഈ മണ്ണെന്നെ ഫുട്ബോൾ ഭ്രാന്തനാക്കിയെന്നും ആസിഫ് അലി പറയുകയാണ്. ആ വാക്കുകൾ ആരാധകരെ മുഴുവൻ ത്രസിപ്പിച്ചിരിക്കുകയാണ്. ആ നിമിഷം കണ്ണൂരിന്റെ കായിക ഭ്രാന്ത് ആസിഫിന്റെ മുഖത്തുകൂടി തെളിഞ്ഞു വന്നിരിക്കുകയാണ്. ക്ലബ്ബ് ചെയർമാൻ ഡോക്ടർ ഹസൻ കുഞ്ഞിയുടെ പ്രസംഗവും അത്ര പ്രണയപൂർവ്വമായിരുന്നു. ഈ ടീമിന് പിന്നിൽ കണക്കുകൾ മാത്രമല്ല, ഹൃദയവും കൂടിയുണ്ട്. കണ്ണൂരിന്റെ ഓരോ കുട്ടിയും, ഓരോ സ്ത്രീയും, ഓരോ ആരാധകനും ഈ ടീമിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹം നൽകിയ മറ്റൊരു വാഗ്ദാനമായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായത്. സ്ത്രീകൾക്കും 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും കണ്ണൂരിലെ ഹോം മത്സരങ്ങൾ സൗജന്യമായി കാണാം. ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ പ്രേക്ഷകർ കൈയടിച്ച് തട്ടഹസിക്കുകയായിരുന്നു. കാരണം അത് ഫുട്ബോൾ കാണാനുള്ള ഒരു അനുമതി മാത്രമായിരുന്നില്ല, അത് കായിക സമന്വയത്തിന്റെ പ്രതിജ്ഞ കൂടിയാണ്. ജേഴ്സി പ്രകാശന നിമിഷം ആ ദിവസത്തിന്റെ ഉച്ചക്കോടിയിലായിരുന്നു വന്നിരുന്നത്. ആസിഫ് അലിയുടെയും ക്ലബ്ബ് ഭാരവാഹികളുടെയും കൈകളിൽ നിന്ന് ജേഴ്സി ഉയർന്നപ്പോൾ ബീച്ചിന്റെ ആകാശത്തോളം കൂക്കുകൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. ചുവപ്പും കറുപ്പും ചേർന്ന ആ ജേഴ്സി കണ്ണൂരിന്റെ മണ്ണിന്റെ രക്തത്തിന്റെയും ചുവപ്പിന്റെയും കഥയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. അതൊരു കളിവസ്ത്രം മാത്രമല്ല, ഒരു പതാകയാണ്. അതിനെ അണിഞ്ഞിറങ്ങുന്ന ഓരോ താരത്തിനും അതിന് ഉത്തരവാദിത്തത്തിന്റെ ഒരു അടയാളമാണ്. കണ്ണൂരിന് വേണ്ടി കളിക്കുക, കണ്ണൂരിന് വേണ്ടി ജയിക്കുക. ഗോൾ കീപ്പർ ഉബൈസ്, CK സ്പാനിഷ് സ്ട്രൈക്കർ ആൻഡ്രിയാൻ സൺഡ്രിക്കോ, കാമറൂൺ താരം എർണസ്റ്റീൻ ലാംബെർക്കോ, ഈ 3 പേരുകൾ ഇപ്പോൾ കണ്ണൂരിൽ പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഈ സീസൺ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഉബൈദിന്റെ ഗ്ലൗസുകൾ കണ്ണൂരിന്റെ കോട്ടയായിരിക്കും. ആൻഡ്രിയാന്റെ കാലുകൾ കണ്ണൂരിന്റെ ആക്രമണ ആയുധവും എർണസ്റ്റീന്റെ പാസുകൾ പ്രതിരോധങ്ങളെ പൊളിക്കുകയും ചെയ്യും. ഫുട്ബോൾ ലോകത്തിന് 3 കോണുകളിൽ നിന്നുമാണ് ഈ താരങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ അവർക്കൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: കിരീടം കണ്ണൂരിലേക്ക് കൊണ്ടുവരിക. സൂപ്പർ ലീഗ് കേരളത്തിന്റെ 2ാം സീസൺ സംസ്ഥാന ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയൊരു അധ്യായമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ അവസാന മിനിറ്റിൽ കിരീടം നഷ്ടമായത് വാരിയേഴ്സിന്റെ ആരാധകർക്ക് ഒരു വേദനയായിരുന്നു. ആ വേദനയാണ് ഇപ്പോൾ ഈ ടീമിന്റെ ഏറ്റവും വലിയൊരു പ്രേരണയായി മാറിയിരിക്കുന്നത്. എല്ലാ താരങ്ങളുടെയും കണ്ണുകളിൽ ആ തോൽവിയുടെ കറുത്ത ഭാരം നിഴലിക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ അവർ കിരീടം മാത്രമല്ല, അവർ മാനത്തിനും സ്വപ്നത്തിനും വേണ്ടി കളിക്കളത്തിൽ നിറഞ്ഞാടുക തന്നെ ചെയ്യും. അത് കണ്ണൂരിന്റെ ആത്മാവാണ്. പയ്യാമ്പലം ബീച്ചിലെ ടീം ലോഞ്ച് ഒരു ചടങ്ങ് മാത്രമായിരുന്നില്ല, അത് കണ്ണൂരിന്റെ ജനതയുടെ ഒരു ഉത്സവമായിരുന്നു. മഴ പെയ്യുമ്പോഴും ആരും മടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വേദിയുടെ ചുറ്റുമുള്ള മണൽത്തരികളിൽ നിറഞ്ഞു നിന്നിരുന്നത് സന്തോഷത്തിന്റെ ആനന്ദാശ്രുക്കളായിരുന്നു. പക്ഷേ ആവേശം ഉണങ്ങിയിട്ടില്ല. പെനാൽറ്റി ഷൂട്ടൌട്ടിനും ബോൾ ജങ്കിങ് മത്സരങ്ങൾക്കും പങ്കെടുക്കാൻ കുട്ടികളും യുവാക്കളും മുതിർന്നവരും ഒരുപോലെ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഫുട്ബോൾ ഇനി ഒരു കണ്ണൂരിന്റെ കളിയല്ല, അതൊരു ജീവിത ശൈലിയാണ്. പരിപാടിയുടെ അവസാന നിമിഷങ്ങളിൽ മഴ കൂടുതൽ കനത്തെങ്കിലും ആരാധകർ കുടചായ്ക്കാതെ തന്നെ നിലകൊള്ളുകയായിരുന്നു. വേദിയിലെ സംഗീതം നിൽക്കുമ്പോൾ പോലും അവർ വാരിയേഴ്സ് വാരിയേഴ്സ് എന്ന് മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം കണ്ണൂരിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരു വാക്ക് മാത്രമാണ്: ഇത്തവണ കിരീടം നമ്മുടേതാണ്. പയ്യാമ്പലം ബീച്ചിലെ തിരമാലകൾ പോലും ആ മുദ്രാവാക്യം ആവർത്തിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു.
ആ ശബ്ദം ഇപ്പോൾ മുഴുവൻ കേരളത്തെയും ഉണർത്തുകയാണ്. പയ്യാമ്പലം ബീച്ചിന്റെ മണൽത്തരികളിലെ ആവേശം അവസാനിച്ചിട്ടും കണ്ണൂരിന്റെ ഹൃദയം ഇപ്പോഴും ഫുട്ബോളിന്റെ താളത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നഗരത്തിലെ ഓരോ തെരുവും ചായക്കടയും സ്കൂൾ മൈതാനവും വാരിയേഴ്സിന്റെ പേരാണ് മുഴങ്ങുന്നത്. ചെറുപ്പക്കാർ അവരുടെ ഫുട്ബോൾ ബൂട്ടുകൾ കെട്ടി ഞാനും വാരിയേഴ്സ് കളിക്കാരനാകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. സ്കൂളുകൾക്കിടയിൽ മിനി ഫുട്ബോൾ ടൂർണമെന്റുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ മത്സരങ്ങൾ കാണുന്നത് പുതിയ സ്വപ്നങ്ങൾക്കായി വാരിയേഴ്സ് ജേഴ്സി അണിയാനുള്ള ഒരു സ്വപ്നമാണ്. കണ്ണൂരിന്റെ നഗരഭാഗങ്ങളിൽ ഫുട്ബോൾ ആവേശം വാണിജ്യരംഗത്തേക്കും പടരുകയാണ്. ബസ്സുകൾക്കും ഓട്ടോറിക്ഷകൾക്കും പിറകിൽ വാരിയേഴ്സിന്റെ സ്റ്റിക്കറുകൾ, കടകളിൽ ജേഴ്സികൾ, ക്യാമ്പുകൾ, കഫേകളിൽ ഫുട്ബോൾ തീം ഡെക്കറേഷനുകൾ, നഗരമൊട്ടാകെ ഒരൊറ്റ സന്ദേശം മാത്രമാണ് തെളിഞ്ഞു നിൽക്കുന്നത്. ദിസ് ഈസ് വാരിയേഴ്സ് ലാൻഡ് എന്ന സന്ദേശമാണ്. രാത്രി മുഴുവൻ തുറന്നിരിക്കുന്ന ഹോട്ടലുകളിൽ മത്സരം കഴിഞ്ഞാൽ ആരാധകർ കൂട്ടം കൂടി ഗോളുകളെ കുറിച്ച് വാദിക്കുകയാണ്. അതൊരു മത്സരം മാത്രമല്ല, ഒരു സാമൂഹിക ഐക്യത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ്. ടീമിന്റെ പരിശീലന ക്യാമ്പ് തളിപ്പറമ്പിലെ പുതിയ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചപ്പോഴാണ് രണ്ടാം സീസണിന്റെ യഥാർത്ഥ പടവുകൾ ചലിച്ചിട്ടുണ്ടായിരുന്നത്. സ്പാനിഷ് ഹെഡ് കോച്ച് ജോസെ എക്സ്പോർ തന്റെ യൂറോപ്യൻ ശൈലിയിൽ ടീമിനെ പുനർനിർമ്മിക്കുമെന്ന് പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഒരൊറ്റ വാക്കുകളാണ്: വി ഡോണ്ട് പ്ലേ ഫുട്ബോൾ, വി പ്ലേ ടു പ്രൈഡ്. പ്രതിദിനം രാവിലെ 5-ന് താരങ്ങളെ ഫിറ്റ്നസ് സെഷനുകളിലൂടെ തുടങ്ങുകയാണ്. ഉച്ചയ്ക്ക് ടാക്ടിക് ഡ്രില്ലുകൾ, വൈകിട്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ. പരിശീലന മൈതാനത്തിന് ചുറ്റും നൂറുകണക്കിന് ആരാധകർ വന്നു നിൽക്കുകയാണ്. അവരുടെ കയ്യടിയാണ് താരങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രചോദനം. കണ്ണൂർ വാരിയേഴ്സിന്റെ പുതിയ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടത് പരിചയസമ്പന്നനായ ഉബൈദ് CK തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച അനുഭവവും അദ്ദേഹത്തിന് ലഭിച്ച ധൈര്യവും ആത്മവിശ്വാസവുമാണ് ടീമിന്റെ ഏറ്റവും വലിയൊരു അടിത്തറയായി മാറ്റിയിട്ടുള്ളത്. ഉബൈദിന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: കണ്ണൂരിന്റെ പേരിൽ കളിക്കുക എന്നത് ഒരു ഉത്തരവാദിത്വം മാത്രമല്ല, അതൊരു ആത്മാഭിമാനമാണ്. ഞങ്ങൾ തോൽക്കുമ്പോൾ കണ്ണൂർ കരയുകയാണ്, ജയിക്കുമ്പോൾ കണ്ണൂർ പാടുകയാണ്. ആ വാക്കുകൾ ടീം അംഗങ്ങൾക്കും ആരാധകർക്കും ഒരേ തരത്തിലുള്ള ഒരു ഉണർവുണ്ടാക്കി നൽകുകയാണ്. താരങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായി മാറിയ മറ്റൊരു സ്പാനിഷ് ഫോർവേഡ് ആൻഡ്രിയാൻ ഡർഡോറയാണ്. തന്റെ യൂറോപ്യൻ കരിയറിന് ശേഷം കേരളത്തിൽ ജനകീയത കണ്ടപ്പോൾ അദ്ദേഹം ഇവിടെ വിസ്മയിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ ഫുട്ബോൾ മതം പോലെയാണ്. കണ്ണൂരിന്റെ ആരാധകർ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആവേശകരമാക്കി മാറ്റിയ ആളുകളാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. മത്സരത്തിന് ശേഷം കുട്ടികൾ അദ്ദേഹത്തിന്റെ ഒപ്പുവാങ്ങാൻ ക്യൂ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ണൂരിന്റെ സ്പോർട്സ് സ്റ്റേഡിയത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രതീകമായി മാറുമോ എന്ന് സൂക്ഷിച്ച് നോക്കിയിരിക്കുകയാണ് കായിക ലോകം. വാരിയേഴ്സിന്റെ സോഷ്യൽ മീഡിയ ടീമും അത്രത്തോളം തന്നെ സജീവമാണ്. ഓരോ പരിശീലന നിമിഷവും ലോക്കർ റൂം ദൃശ്യങ്ങളും ആരാധകരുടെ പാട്ടുകളും അവർ വീഡിയോകളാക്കി പ്രദർശിപ്പിക്കുകയാണ്. റെഡ് സ്ട്രോം എന്ന ഹാഷ്ടാഗ് ഇനി കേരളത്തിൽ ട്രെൻഡിങ് ആവുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ ഓരോ പോസ്റ്റിനും ആയിരക്കണക്കിന് കമന്റുകൾ. യുവതലമുറയുടെ ഫുട്ബോൾ പ്രേമം ഡിജിറ്റൽ ലോകത്തിലേക്കും പടർന്നിരിക്കുകയാണ്. കണ്ണൂരിന്റെ ഓരോ യുവാവിന്റെയും ഫോണിൽ ഇപ്പോൾ വാരിയേഴ്സിന്റെ വാൾപേപ്പറാണ്. ഫുട്ബോൾ ഇനി മൈതാനത്ത് മാത്രം അടിയുറച്ച ഒന്നല്ല, അത് അവരുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കണ്ണൂർ വാരിയേഴ്സിന്റെ ഇന്നലത്തെ ടീം ലോഞ്ചിങ്.